നമസ്തേ. നമസ്തേ. It gets there. It's been a wonderful innings to watch from Deepak Gupta. 30 balls. അങ്ങോട്ട് വരുമോ? ജഡ്ജി, നമുക്ക് ആരംഭിക്കാം. സന്തോഷി വന്നിട്ടില്ലല്ലോ. കുഴപ്പമില്ല. സന്തോഷിയോട് മീറ്റിംഗിൽ കയറിയില്ല. ആ
ഓക്കെ ഓക്കെ. കണ്ടു തോന്നി. നമസ്തേ ലിജി. നമസ്കാരം നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സന്തോഷി ലൈനിൽ വരുന്നുണ്ട്. നമുക്ക് എല്ലാവരും ഉഷാറല്ലേ? കഴിഞ്ഞ ഭജൻസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് പാടി ഗ്രൂപ്പിലിട്ടു. വളരെ സന്തോഷം. ഇനി നമുക്ക് പുതിയൊരു ഭജൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഗ്രൂപ്പിൽ അതിന്റെ വരികൾ വന്നിരുന്നോ വിദ്യാജി? വന്നിട്ടില്ലേ? ഓക്കെ, ഗ്രൂപ്പിലിടാം. വെരി ഗുഡ്. ഓക്കെ, എല്ലാവരുടെയും ഭജൻസ് നന്നായിരുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലായി ചെറിയ ചെറിയ ഭജൻസ് നമ്മളിങ്ങനെ പാടി തുടങ്ങുമ്പോ മെല്ലെ ചെറിയ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിരന്തരമായിട്ട് പാടി വരുമ്പോ നമ്മുടെ കയ്യിൽ ആ ഭജൻസ് അങ്ങനെ ഒതുങ്ങും. പിന്നെ നമ്മളുടെ ഇംപ്രവൈസേഷൻ കൊടുക്കാം. നമ്മളുടെ രീതിയിലൊക്കെ നമുക്ക് അതിന് കുറച്ചുകൂടി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ രീതികളൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ ഒന്നും കുഴപ്പമൊന്നും. അപ്പൊ നമ്മളിന്ന് പുതിയൊരു ഭജൻസ് ആണ് പഠിക്കുന്നത്. സന്തോഷമായിട്ട് റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിന്ന് തുടങ്ങാം. അമ്പിയെ ചേച്ചി ഒന്ന് മ്യൂട്ട് ആക്കാവോ? ഓക്കെ. നമുക്ക് ഇത് ചെയ്യുമ്പോ ഓരോരുത്തർക്ക് ഓൺ ചെയ്യാം. എല്ലാരും ഓൺ ചെയ്ത ശബ്ദങ്ങളുണ്ട്. സന്തോഷിട്ടാ സാർ തുടങ്ങാം. സാറേ ഞാൻ പാടുകയാണോ? ആ, പാടിക്കോ. ഗൗരി നന്ദന ഗജാനന. എന്റെ ശ്രുതി ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യണം സാറേ. ഒരു മിനിറ്റ് സാറേ. ആ, ഓക്കെ. ആരോട് കൊടുത്തില്ല? യെസ്. ഓക്കെ. ഗൗരി നന്ദന
ഗജാനന. ഇങ്ങനെ ഓരോ ലൈന് പാടി കൊടുത്തിട്ട് പാടുകയാണോ അതൊന്ന് ചെയ്യാൻ പാടുകയാണോ ചെയ്യേണ്ടത്? അല്ല, പാടിപ്പോക്കോളൂ, എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ആദ്യത്തെ വരി ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. മൂഷികവാഹന ഗജാനന മൂഷികവാഹന ഗജാനന. മോദകഹസ്ത ഗജാനന മോദകഹസ്ത ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. ഗിരിജാനന്ദന നിരഞ്ജന. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. പാർവതി നന്ദന പാർവതി തനയ ശുഭാനന പാർവതി തനയ ശുഭാനന. പാഹി പ്രഭോ പാഹി പ്രസന്ന പാഹി പ്രഭോ പാഹി പ്രസന്ന. ഗിരിജാനന്ദന നിരഞ്ജന ഗിരിജാനന്ദന നിരഞ്ജന. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. സാറെ കേട്ടായിരുന്നോ? മൈക്ക് ഓഫാണ് സാർ. കേട്ടു. ചെറിയ ഭജൻസ് ആണ്, 4 വരികളെ അതില് നമുക്ക് ഇതായിട്ടുള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് പാടാൻ പറ്റുന്നതാണ്. ഗൗരി നന്ദന ഗജാനന. ഗൗരി നന്ദന അല്ലെ? ഗൗരി എന്ന് വെച്ചാൽ ആരാണ്? പാർവതി. പാർവതിയുടെ മകനായിട്ടുള്ള ഗജാനന. ഗിരിജ നന്ദന നിരഞ്ജന അല്ലെ? എല്ലാം ഇതിന്റെ ഓരോ പര്യായ പദങ്ങൾ മാത്രമാണ് ഭഗവാന്റെ. നിരഞ്ജനൻ. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. പിന്നെന്താണ്? മൂഷിക വാഹന അല്ലെ? മൂഷിക വാഹനൻ ആരാ? മൂഷികൻ നമ്മുടെ ഗണപതിയുടെ വാഹനയില്. മൂഷിക വാഹന ഗജാനന. മോദക ഹസ്ത, കയ്യിൽ മോദകം അല്ലെ? മോദകം എന്താ? ചെറുപയറൊക്കെ കൊണ്ടുണ്ടാക്കുന്ന മോദകം കണ്ടിട്ടില്ലേ? സുഖിയൻ പയറുണ്ട. അപ്പൊ അതൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലെ? മോദഹസ്ത ജാനന ഗിരിജാനന്ദന നിരഞ്ജന. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പാടുവാണ്. പാർവതി തനയ ഗജാനന. വീണ്ടും നമ്മള് പാഹി പ്രഭോമാം പാഹി പ്രസന്ന ഗിരിജാനന്ദന നിരഞ്ജന. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ നമുക്ക് ഏറ്റവും അതിന്റെ ഈണങ്ങൾ നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ചെറുതായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അതിന്റെ ഈൺ ട്യൂൺ അതിൽ ഇടാൻ നമുക്ക് ഇടാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഏറ്റുപാടിയാൽ മതി അല്ലെ? ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. ഗൗരി നന്ദന. എല്ലാരും ഒന്ന് പാടി നോക്കൂ. മ്യൂട്ടാക്കി തന്നെ വെച്ച് പാടിയാൽ മതി. നമുക്ക് എന്നിട്ട് പാടിയിട്ട് ഓരോരുത്തർക്കും പാടാം. ഗൗരി നന്ദന ഗജാനന
ഗിരിജാനന്ദന നിരഞ്ജന മൂഷികവാഹന ഗജാനന മൂഷികവാഹന ഗജാനന മോദകഹസ്ത ഗജാനന മോദകഹസ്ത ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന ഗിരിജാനന്ദന നിരഞ്ജന ഗൗരീനന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന പാർവതി തനയ ഗജാനന പാർവതി തനയ ഗജാനന പാഹി പ്രഭോ മാം പാഹി പ്രസന്ന പാഹി പ്രഭോ മാം പാഹി പ്രസന്ന പാഹി പ്രഭോ മാം പാഹി പ്രസന്ന ഗിരിജാനന്ദന നിരഞ്ജന ഗിരിജാനന്ദന നിരഞ്ജന ഗൗരീനന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇല്ലേ? രണ്ടുപേരെ ഒന്ന് പാടി നോക്കാം നമുക്ക്. ആരാ പാടുന്നത്? രണ്ടുപേരെ പഠിച്ചില്ലേ? ആര് പാടും? തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറക്റ്റ് ചെയ്യാം മെല്ലെ മെല്ലെ ഓരോ വരികളും. ഗൗരി നന്ദന ഗജാനന. ആ പാടിക്കോളൂ. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, സോറി. കുഴപ്പമില്ല, സൗണ്ട് കേൾക്കാലോ. ഓക്കെ. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. അത് ഒരു കുറച്ചുകൂടി ഒരു സ്ഥാനത്തിലേക്ക് വന്നു. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. ഗൗരി നന്ദന ഗജാനന ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. അടുത്ത് മൂഷികവാഹന. നെക്സ്റ്റ് മൂഷികവാഹന ഗജാനന മൂഷികവാഹന ഗജാനന മോദകഹസ്ത മോദകഹസ്ത ശോഭാനന ശോഭാനന ഗിരിജാനന്ദന നിരഞ്ജന. ഗിരിജാനന്ദന നിരഞ്ജന. ഓക്കെ 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 ഓക്കെ, വെൽ ഡൺ. ആരാ അടുത്ത പാടണേ? ജാനി ടീച്ചർ അവസാനം പാടും അല്ലേ? ആരാ പാടുന്ന? മോള് പാടുവോ? ഞാൻ പാടാം. യെസ്, വെരി ഗുഡ്. ഗൗരി നന്ദന
ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന ഗൗരീ നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷികവാഹന ഗജാനന മൂഷികവാഹന ഗജാനന മോദകഹസ്ത മൂഷികവാഹന ഗജാനന. അത് നീട്ടണ്ട. മൂഷികവാഹന ഗജാനന മോദകഹസ്ത ശുഭാനന. മൂഷിക വാഹന ഗജാനന ഗജാനന മോദകഹസ്ത ശുഭാനന ശുഭാനന. താഴേക്ക് വീണ്ടും വരണം. ശുഭാനന ശുഭാനന. ആദ്യം ഒന്നുകൂടെ പഠിക്കേ. മൂഷിക മൂഷികവാഹന ഗജാനന. ഒന്നുകൂടി. മൂഷികവാഹന ഗജാനന മോദകഹസ്ത ശുഭാനന മോദകഹസ്ത ശുഭാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന ഗിരിജാനന്ദന നിരഞ്ജന ഗൗരീ നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാ അറ്റംപ്റ്റ്? അറ്റംപ്റ്റുകൾ ഫെയിലർ ആവാം, പക്ഷെ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഫെയിലർ ആവരുത്. ഞാൻ ചൊല്ലാം. യെസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, സോറി. ഓക്കെ, വരട്ടെ. കുറെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. പാടാനുള്ള അവസരം, പാടിയിട്ട് പരിചയമില്ല. ഓക്കെ, ഓ, എല്ലാവർക്കും പഠിക്കാലോ. ഗൗരീ നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷികവാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷികവാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന. ഒന്നുകൂടെ മൂഷികവാഹന ഗജ ഒന്നുകൂടി കിട്ടിയ നന്നായിരുന്നു. മൂഷികവാഹന മൂഷികവാഹന ഗജാനന മൂഷികവാഹന മൂഷികവാഹന ഗജാനന ഗജാനന മോദകഹസ്ത ശുഭാനന മോദകഹസ്ത ശുഭാനന മോദകഹസ്ത ശുഭാനന മോദകഹസ്ത
ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന ഗിരിജാനന്ദന നിരഞ്ജന ഗൗരീനന്ദന ഗജാനന ഗൗരീനന്ദന ഗജാനന. വെരി ഗുഡ്. ഗിരിജാനന്ദന നിരഞ്ജന ഗിരിജാനന്ദന നിരഞ്ജന. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്താരാണ്? താങ്ക് യു. പഠിക്കാൻ പാടി ശരിയാവും. നെക്സ്റ്റ് ആരാ പാടുന്നേ? യെസ്, പഠിക്കൂ. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദ നിരാജന മൂഷിക മൂഷിക വാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദ നിരഞ്ജന മൂഷിക വാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ജാനന്ദന നിരഞ്ജന. വാ, സൂപ്പർ ആയിട്ടാ മോനെ, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടല്ലോ. വെരി ഗുഡ്, മിടുക്കൻ മിടുക്കൻ. ഈ പ്രായത്തിലൊക്കെ നീ ഇങ്ങനെ ഭജൻസ് ഒക്കെ പഠിച്ചാൽ വലുതാവുമ്പോ എന്തായിരിക്കും അല്ലേ? മിടുക്കന്മാര്, നമ്മുടെ എല്ലാ മക്കളും അങ്ങനെ ആവണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വേറെ ആരാ? സാറാ ഞാൻ പാടാം. യെസ്. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷിക വാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദ നിരഞ്ജന. നമ്മള് ഈ ഭജൻസ് കുറച്ചുകൂടി ഒരു നോർത്ത് ഇന്ത്യൻ ഒക്കെ സ്റ്റൈലുള്ള ഒരു ഭജൻസ് അല്ലേ? അപ്പൊ കുറച്ചുകൂടി ഇങ്ങനെ എൻജോയ് ചെയ്ത് മോള് പാട്, ആസ്വദിച്ച് പാടാൻ വേണ്ടിയിട്ടെന്ന രീതി പാടല്ല. ഭജൻസ് നമുക്ക് ഈണം തെറ്റി താളം തെറ്റി ഒന്നും വിഷയമല്ല. പക്ഷെ നമ്മൾ അതിലെപ്പോഴും ഒരു ഭക്തി അതിനകത്തുണ്ടാവണം. നമ്മൾ സാധാരണ സ്റ്റേജിലൊക്കെ കാണുന്ന ഇതുപോലെ ഭജൻസ് പോലെ അല്ലെങ്കിൽ ഭക്തി ഗാനമേള പോലെ ഇതിനകത്ത് ഭക്തിയിലാണ് കാര്യം. അപ്പൊ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടും. ഒരു ഭക്തിയിൽ ലയിച്ചുകൊണ്ടാണ് പണ്ട്. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷിക വാഹന ഗജാനന മൂഷിക വാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന. കുറച്ചുകൂടി ഒന്ന് ലയിച്ചാൽ മതി. മോള് പാടിയത് കറക്റ്റ് ആവും. ലയിച്ചാൽ മതി. ഭക്തി വരട്ടെ മനസ്സിൽ, ഭക്തി ഒന്നുകൂടെ പാടിക്കേ. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷിക വാഹന ഗജാനന മൂഷിക വാഹന ഗജാനന മൂഷിക വാഹന ഗജാനന മോദകഹസ്ത ശുഭാനന മോദകഹസ്ത
സുബാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന ഗിരിജാനന്ദന. നിരഞ്ജന. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പാടി പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് Thank you, ആരാ sir. റെഡി? നെക്സ്റ്റ് ആരാണ് റെഡി ആവുന്നേ? ആർക്കും പാടാം, ആർക്കും പാടാം. നെക്സ്റ്റ് 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 പാടി നോക്കൂ, എല്ലാവരും പാടി നോക്കൂ. സുരജ് ട്രൈ ചെയ്യുന്നുണ്ടോ? ജാനകി സുരജ് ട്രൈ ചെയ്യുന്നുണ്ടോന്ന്? ഓക്കെ സാർ, ഓക്കെ സാർ. ഉം. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. മൂഷികവാഹന ഗജാനന മൂഷികവാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന. വാ, സൂപ്പർ, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സാർ. നെക്സ്റ്റ് ആരാണ്? സാറേ, യെസ്. എന്റെ അനിയത്തി ഉണ്ടായിരുന്നു. ഞാൻ അവളെ നോക്കിയിരിക്കുവായിരുന്നു. വരൂ മോളെ, വരൂ. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷികവാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന. ഓ, സൂപ്പർ ആയിട്ടോ. ഒന്നുകൂടെ പഠിച്ചാൽ നന്നായിരിക്കും. പാടിയിട്ട് ഗ്രൂപ്പിൽ ഇടണേ. മിടുക്കി, മിടുക്കി. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? യെസ്. ഞാൻ തുടക്കം കേട്ടില്ല, ഞാൻ ഇവര് പാടണ കേട്ടിട്ടാണ് പാടണേ. ഞാൻ ഉണ്ടായി കയറിയ വൈകി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. പാടിക്കോളൂ, നമുക്ക് കറക്റ്റ് ചെയ്യാം. ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന. സിമ്പിള് വരികളാണ് അതിൻ്റെത്. തുടക്കം കുറച്ചൊരു ഗൗരി എന്ന് പറയുന്ന ഇച്ചിരി ഫോഴ്സ് കൊടുത്തങ്ങ് തുടങ്ങിയാൽ ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന. പഠിക്കേ. ഗൗരി ഗൗരി നന്ദന ഗൗരി നന്ദന ഗൗരി നന്ദന ഗജാനന ഗിരിജാനന്ദന
നിരഞ്ജന. ഗൗരീ നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷിക വാഹന ഗജാന. അല്ല, ഗൗരീ നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷിക വാഹന ശുഭാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന. ഒന്ന് ട്രൈ നോക്കൂ. ഗൗരീ 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 നന്ദന നന്ദന ഗജാനന ഗിരിജാനന്ദന നിരഞ്ജന മൂഷിക വാഹന ഗജാന മൂഷിക വാഹന ഗജാനന മോദകഹസ്ത മൂഷിക മൂഷിക വാഹന ഗജാനന മോദകഹസ്ത ശുഭാനന മൂഷിക വാഹന ഗജാനന മോദകഹസ്ത ശുഭാനന ഗിരിജാനന്ദന നിരഞ്ജന. ഗിരിജാനന്ദന നിരഞ്ജന. ഓക്കെ, ട്രൈ ചെയ്താൽ മതി. നമ്മൾ പാടി ആ ഗ്രൂപ്പിൽ ഇടാം. അതൊന്ന് കേട്ട് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് പാടാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് അതിൽ കുറച്ച് സംഗതികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. കറക്റ്റ് ആയിക്കോളും. ഞാൻ സാറിന് പാടി തന്നത് ഞാൻ കേട്ടില്ല. അതെ, ഞാൻ ക്ലാസ്സിൽ ഇപ്പഴാ കേറിയത്. അതാണ് കുഴപ്പമില്ല, ഗ്രൂപ്പിൽ ഇടാം. പിന്നെ വേറെ ആരാണ് നോക്കുന്നത്, ട്രൈ ചെയ്യുന്നേ? നമസ്തേ സാറേ, പഠിച്ചിട്ട് ഗ്രൂപ്പിൽ ചൊല്ലിയിടാമേ. ഓ ആയിക്കോട്ടെ. വേറെ ചെറിയ ഭജൻസ് അല്ലേ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലല്ലോ, നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഭജൻസ് ഒക്കെ എല്ലാ ദിവസവും സന്ധ്യാസമയങ്ങളിൽ വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്ന സന്ധ്യാസമയത്ത്. നമുക്ക് സന്ധ്യാസമയത്തല്ലേ, പ്രദോഷ സന്ധ്യ, അങ്ങനെ നമുക്ക് പല സന്ധ്യകളുണ്ടല്ലേ. അതിൽ സായം സന്ധ്യ, ഈവനിങ് ടൈമില് നമ്മൾ നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് ചുറ്റിനും ഇരുന്നിട്ട് നാമം ജപിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഒരു വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. നമുക്ക് ഓർമ്മശക്തിക്ക് കിട്ടാൻ ഏറ്റവും സഹായിക്കും. ബ്രെയിൻ നല്ല അലർട്ടായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ ഏറ്റവും സഹായിക്കുന്നതാണ് നാമജപങ്ങൾ അല്ലെ. അപ്പോൾ നമ്മൾ നാമം ജപിക്കുക. അത് ഒരു ഈണത്തിൽ വേണം, ഇന്ന ഈണത്തിൽ വേണമെന്നൊന്നുമില്ല. നമ്മളൊരു പ്രത്യേക ചിട്ടപ്പെടുത്തൽ പഠിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും, അതായത് കേൾക്കുന്നവർക്ക് അരോചകം ഉണ്ടാവാത്ത രീതിയിൽ ഉള്ള നാമജപങ്ങളാണ് എപ്പോഴും നല്ലത്. കേൾക്കുന്നവർക്കൊരു സന്തോഷവും ഭക്തിയൊക്കെ തോന്നാൻ സാധിക്കാം നമ്മുടെ ഇതിലൂടെ. അപ്പൊ അവർക്കും കൂടി അതിൽ ഇൻവോൾവ് ആവണമെന്ന് തോന്നും. ഏതിനും ഒരു ഋതമുണ്ടല്ലോ, ഒരു താളമുണ്ടല്ലോ. ആ താളത്തിൽ ഇങ്ങനെ ചിട്ടപ്പെടുത്തി പാടിയാൽ മതിയാവും, എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇനിയും ഒരുപാട് ഭജൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഇഷ്ടംപോലെ. അതൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എല്ലാ കൂട്ടുകാരെയും ഒക്കെ നമ്മൾ ഇത്തരം ഭജൻസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കണം. സ്കൂളിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരുടെ സൗഹൃദ വലയങ്ങളില്, എല്ലാവിടെയും ബാലഗോകുലത്തില്, നമ്മുടെ മതപാഠശാലകളിലൊക്കെ ഇത്തരം ചെറിയ ഭജൻസ് ഒക്കെ നിങ്ങൾ ലീഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അവരെ പഠിപ്പിക്കണം, അവരെ കൂടെ. അപ്പൊ അങ്ങനെ അനേകം ആയിരക്കണക്കിന് കുട്ടികൾ നമ്മളുടെ നാമം ജപിക്കുന്നവരും ഭജൻസ് ഒക്കെ ചൊല്ലുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ. കുട്ടികൾക്ക് ഇന്ന് ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ. അപ്പൊ നമ്മളത് ഏറ്റവും ഈ പലപ്പോഴും കേട്ട് പഴകിയത് മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു
അതിനോടൊരു താല്പര്യം തോന്നില്ല അല്ലെ. അതിപരിചയ അവജ്ഞ എന്ന് പറയും. അധികം പരിചയമായി കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു അവജ്ഞ തോന്നും ഇല്ലേ. നമ്മള് ഒരു ദിവസം ഇങ്ങനെ ഒരു വിളക്കിന്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു പൂവിട്ട് തൊഴുതു എന്ന് വിചാരിക്കാം. പിറ്റേ ദിവസം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ആ തൊഴുന്നതിനും പൂവിടുന്നതിനൊക്കെ വ്യത്യാസം വരും. കാരണം അതിപരിചയ അവജ്ഞ നമ്മൾ പറയും സാധാരണ. അപ്പോ എപ്പോഴും നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളൊക്കെയാണ് ചൊല്ലുന്നത്. റിപ്പീറ്റേഷൻ ഒഴിവാക്കാനും സാധിക്കും. കേൾക്കുന്നവർക്കും കൂടുതൽ കേൾക്കണമെന്ന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ചൊല്ലുക. എല്ലാ ഭജൻസും ഒക്കെ എഴുതി വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ചൊല്ലണം കേട്ടോ. അത് ഭജൻസ് പാടുക എന്നല്ല പറയുന്നത്. പാട്ട് പാടുന്നത് കേൾക്കുന്നവർക്ക് കൂടി സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഭജൻസ് എപ്പോഴും കേൾക്കുന്നവർക്ക് ഭക്തിയും കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഭക്തിയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുക. ഭക്തിയോടുകൂടി നമ്മൾ ഭജിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവും നിരന്തരമായിട്ടുള്ള. കാരണം ഈ ഭജൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുക, തരംഗങ്ങളാണ് അന്തരീക്ഷത്തിലൂടെ പോകുന്നത് അല്ലെ. ഒരു തരംഗങ്ങളാണ്, എല്ലാം തരംഗങ്ങളിലാണ്, ഊർജം പോകുന്ന തരംഗങ്ങളിലാണ്. അപ്പൊ എല്ലാ എനർജികളും നമുക്കൊരു ഊർജമായിട്ട് വരും. നമുക്ക് ഊർജം പ്രവഹിക്കുന്ന 6 സ്ഥലങ്ങളിലൂടെയാണ് ഊർജം പ്രവഹിക്കുന്നത്. ഏതൊക്കെയാണ് 6 സ്ഥലങ്ങളിലൂടെ നമ്മുടെ ഊർജ പ്രവാഹം ഉണ്ടാവുന്നത്? ഏതൊക്കെയാണ് 6 സ്ഥലങ്ങള്? ആർക്കെങ്കിലും പറയാവോ? 6 സ്ഥലങ്ങളിലൂടെ നമ്മുടെ ഊർജം പ്രവഹിക്കും. അറിയോ നിങ്ങൾക്ക്? അറിയില്ല? 6 സ്ഥലങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട മനുഷ്യന്റെ ഊർജ പ്രവാഹം ഉണ്ടാവുന്ന സ്ഥലങ്ങൾ. 6 സ്ഥലങ്ങളെയാണ് നമ്മൾ 6 ചക്രാസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. നട്ടലിന്റെ ഏറ്റവും താഴെയായിട്ട് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ 6 ചക്രങ്ങളാണ് നമ്മുടെ എനർജി സ്രോതസ്സുകൾ. ഈ 6 ചക്രങ്ങൾക്ക് ഏതിനെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അസുഖം ബാധിതരായിട്ട് മാറുന്നത്. ആ ചക്രാസിനെയാണ്. ഇത് അസുഖങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന, അതിന്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചക്രാസിലാണ്. അതിൽ നിന്നാണ് നമ്മുടെ അവയവങ്ങളിലേക്ക്, ശരീരത്തിലേക്കൊക്കെ അതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പോ നാമം ജപിക്കുന്ന സമയത്ത് ഈ ചക്രാസ് എല്ലാം ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ കുറയാനൊക്കെ സഹായിക്കും. നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. നല്ല പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഇനി പഠിക്കാം. അങ്ങനെ നമുക്ക് ഉഷാറാവും. ഈ ചക്രങ്ങളുടെ ഒരു ചലനം നമ്മൾ കണ്ടില്ല. ഈ മൂലാധാരത്തിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു 3.5 ചുറ്റു വലിപ്പത്തിൽ കിടക്കുന്ന ഒരു നാഗചൈതന്യമുണ്ട്. അതിങ്ങനെ ഒരു നാഗം അതിന്റെ വായിൽ തന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ IMA അല്ലെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടേഴ്സിന്റെ ഒരു എംബ്ലം നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ കാറിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന എംബ്ലം കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി പിഴഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു എംബ്ലം അല്ലേ. ഡോക്ടർമാരുടെ എംബ്ലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ. അപ്പൊ നമ്മളുടെ നട്ടലിന്റെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ ഈ സുഷുമ്ന നാടിലൂടെ, ഇടാ പിങ്കള നാടിലൂടെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗമായിട്ട് അതിലിങ്ങനെ കാണിക്കുന്നു. അപ്പൊ ആധുനിക ശാസ്ത്രം വരെ അംഗീകരിച്ചിരിക്കുന്നതും നമ്മുടെ ഭാരതീയ പാരമ്പര്യമായ ആ ഇതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിലിങ്ങനെ അതുണ്ടാവും ആ ഒരു ഭാഗം. അതിനെയാണ് നമ്മൾ നാമം ജപിക്കും. മൂലാധാരത്തിൽ നിന്ന് ഈ എനർജി ഉയർന്നു വന്ന് അത് കുണ്ടലിനി ശക്തി ഇങ്ങനെ കടന്ന് നമ്മുടെ സഹസ്രാര പത്മത്തിലേക്ക് എത്തും അല്ലെ. സഹസ്രാര പത്മത്തിലേക്ക് എത്തുമ്പോൾ അതിന് ഒരുപാട് വിശേഷതകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുമ്പോൾ, എനർജി കടന്നു പോകുമ്പോൾ ഓരോ ചക്രാസ് ഇങ്ങനെ ആക്ടിവേറ്റ് ആവും, എനർജി സ്രോതസ് ഉണ്ടാവും ഇല്ലേ. അങ്ങനെ കടന്ന് ഇപ്പൊ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധിയിലൊക്കെ എത്തുമ്പോൾ നമ്മളുടെ ഭാഷ ശുദ്ധമാവും. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴൊന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാം വളരെ ശുദ്ധമായിട്ട് നല്ല ഭാഷ കടന്നു വരും. വിശുദ്ധി ചക്രത്തിൽ ഇത് എത്തപ്പെടുമ്പോൾ അതൊരു എനർജി സ്രോതസ്സാണ്. അതിലേക്ക് നമ്മളുടെ ഈ മൂലാധാരത്തിലുള്ള കുണ്ടലിനി ശക്തി ഉണർന്ന് വിശുദ്ധിയിൽ വരുമ്പോഴാണ് നമ്മൾ സന്തോഷത്തോടെ സംസാരിക്കുന്ന, ആരോടും ദേഷ്യമില്ല, അല്ലെ. നമുക്ക് ആരോടും ദേഷ്യപ്പെടാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ കുറെയൊക്കെ ചില സമയത്തൊക്കെ അമ്മയോടൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടില്ല, അമ്മ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടൊക്കെ നമ്മൾ ചെല്ലും. പക്ഷെ അതൊന്നും നമ്മുടെ ഭാഷ ശുദ്ധമാകും. കൂട്ടുകാരോടും ഒക്കെ സംസാരിക്കുന്ന ഭാഷ നല്ല ശുദ്ധമായി തീരും. അപ്പോ അത് ഒരു ഏറ്റവും വലിയ പോസിറ്റീവ്സ് ആണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് മെല്ലെ നാമങ്ങൾ ജപിക്കുമ്പോൾ നമ്മളുടെ എനർജി ഇങ്ങനെ കയറ്റി ഉയർത്തി മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ മുമ്പായിട്ട് തന്നെ പാടി ഇതിലേക്ക് ഇടുക. നമ്മൾ കറക്റ്റ് അതിനൊരു സാധനം ചെയ്തിട്ട് ട്യൂണൊക്കെ ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇടാം. നിങ്ങളത് കേട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയ ചെറിയ വരികളല്ലേ, എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ 140 പേരുണ്ട്. ഇന്ന് നമ്മൾ 25 പേരെ കയറിയിട്ടുള്ളൂ. ചില തിരക്കിലൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും പല പല തിരക്കുകളുണ്ട്. പക്ഷെ എല്ലാവരും കേൾക്കുന്നുണ്ടാവും, പിന്നീട് എല്ലാവരും പാടി ഇടുന്നുണ്ടാവും അല്ലെ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, സംശയം നിങ്ങൾക്ക്? എല്ലാം മനസ്സിലായില്ലേ, ക്ലിയർ ആയില്ലേ? മനസ്സിലായി സാറേ. ഓക്കെ, നമുക്ക് ഇന്ന് ജാനകി ടീച്ചറുടെ ശബ്ദം കേട്ടില്ലല്ലോ. യാത്രയിൽ വല്ലതാണോ ടീച്ചർ? നമ്മുടെ മ്യൂസിക് ടീച്ചർ കേൾക്കുന്നുണ്ടോ? ടീച്ചറെ മ്യൂട്ടാ, ടീച്ചറെ മ്യൂട്ടാണ്, ഓണാക്കൂ ഓഡിയോ. ഹലോ ടീച്ചർ. ഹലോ. ആ, എനിക്ക് ശബ്ദം അടച്ച കാരണം ഞാൻ മിണ്ടാതിരിക്കുന്നു കേട്ടോ. കുഴപ്പമില്ല. ശബ്ദം വല്ലാതെ അടച്ചിരിക്കുന്നു. സുഖായിരിക്കുന്നു ടീച്ചറെ? ശബ്ദം ചെറിയ പനിയായിട്ടേ ശബ്ദം അടച്ചിരിക്കുക. കേൾക്കല്ലേ പറയണത്? കേക്കാം. നീ പിന്നെ പാടിയിട്ടോ. അതാ ഞാൻ പാടാത്തത്. സന്തോഷം. കേൾക്കണ്ടേ? എല്ലാം കേട്ടു പറയുന്നത് കേട്ടോ. ടീച്ചറുടേതായ രീതിയിൽ ഇംപ്രൂവൈസേഷൻ ഒക്കെ ചെയ്തിട്ട് പാടിക്കൂ കേട്ടോ. ഓക്കെ, ഞാൻ പാടിയിടാം കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ശനിയാഴ്ച പുതിയ ഭജൻസുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര, സന്തോഷം. വിദ്യാജി. താങ്ക് യു സർ. നമസ്തേ വിജയ്. നമസ്തേ ജി. നമസ്തേ വിദ്യാജി. നമസ്തേ. എന്താണ് ജി? അല്ല, കേട്ടില്ല. താങ്ക്സ് പറഞ്ഞോളൂ എല്ലാവർക്കും. ഭജനാമൃതത്തിന്റെ 2ാം ദിവസം, അതിമനോഹരമായ 2ാം ദിവസമാണ് ഇപ്പോൾ കടന്നുപോയത്. എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ അനൂപ്ജിത്ത് ഒരു അവസരം ഒരുക്കി തന്നതിന്. അപ്പോ ആദ്യമായിട്ട് അനൂപ്ജിക്ക് നന്ദി പറയാണ്. അനൂപ്ജിയെ എല്ലാവർക്കും അറിയാമായിരിക്കും, പരിചയപ്പെടുത്താം. അനൂപ്ജി ഒരു സൈക്കോളജിസ്റ്റ് ആണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, അതിലുപരി നല്ല ഒരു കലാകാരൻ കൂടിയാണ്. അപ്പോ അനൂപ്ജി നമുക്ക് വേണ്ടി ഇത്രയൊരു അവസരം ഒരുക്കി തന്നതിന് നമ്മുടെ എല്ലാവരും പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും എല്ലാവരും എല്ലാ ദിവസവും പങ്കെടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ബൈ, കാണാം.